മക്കളെ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ക്വസ്റ്റ്യൻ നമ്പർ 6 വെച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ പുതിയ കൺസെപ്റ്റ് ഒന്നും പറയാൻ ഓൾറെഡി നമ്മൾ ഏകദേശം കൺസെപ്റ്റ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ചോയ്സ് ലിമിറ്റഡ് ഗ്രാൻസ് 100 സ്റ്റോക്ക് ഓപ്ഷൻസ് ടു ഈച്ച് ഓഫ് ഇറ്റ്സ് 1000 എംപ്ലോയീസ്. ഓക്കെ, 100 സ്റ്റോക്ക് ഓപ്ഷൻസ് എത്ര 1000 എംപ്ലോയീസ്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര ഷെയർസ് ആണ്? 1 lakh ഷെയർസ്. ഓക്കെ, 1 lakh ഷെയർസ് for 2011 for rupees 20, depending upon the employees at the time of vesting of options. അതായത് ആരിലാണ് ആ വെസ്റ്റിംഗ് ടൈം എംപ്ലോയീസ് ഉള്ള അവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഷെയർ അത് നമുക്കറിയാം ഓൾറെഡി. ഓപ്ഷൻസ് വുഡ് ബി എക്സസൈസബിൾ വിത്തിൻ എ ഇയർ ഇറ്റ് ഈസ് വെസ്റ്റഡ്. വെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് എന്ത് ചെയ്യും, എക്സസൈസ് പീരീഡ് കഴിയും. ഓക്കെ, ഒരു കൊല്ലാണ് എക്സസൈസ് പീരീഡ്, ഒരു കൊല്ലത്തിലൂടെ അവർ വാങ്ങിക്കാം. ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ ഈസ് ₹50 per share. Okay, 50 each. These options will vest at the end of the year 1. Okay, ശ്രദ്ധിക്കുക, എല്ലാവരും ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. These options will vest at the end of year 1. മക്കളെ, ഇയർ 1 ആയി കഴിഞ്ഞാൽ വെസ്റ്റിംഗ് പീരീഡ് കംപ്ലീറ്റ് ആവുന്ന പറയുന്നത്. ഇഫ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കാണ്, അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇഫ് ദ ഏർണിംഗ് ഓഫ് ചോയ്സ് ലിമിറ്റഡ് ഈസ് 16%. 16% ഏർണിംഗ്സ് നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വെസ്റ്റിംഗ് പീരീഡ് 1 year ആണ്. Okay, so or it will vest at the end of the year 2 if the average എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആവറേജ്. ഓക്കെ, രണ്ട് കൊല്ലത്തെ ഏർണിംഗ്സ് ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്താൽ എന്ത് ചെയ്യും, 2 whatever എത്ര കൊല്ലാന്നുള്ളൂ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യാം. 2 years ആണെങ്കിൽ ഡിവൈഡ് ബൈ 2, 3 years ആണെങ്കിൽ ഡിവൈഡ് ബൈ 3. ഓക്കെ, if the average earnings of 2 years is 13%, രണ്ട് കൊല്ലത്തെ ഏർണിംഗ്സ് എത്രയാ, 13%. Or lastly it will vest at the end of 3rd year if the average earning of 3 years will be 10%. അതായത് 3 കൊല്ലത്തെ ഏർണിംഗ്സ് 3 years, ആവറേജ് ഏർണിംഗ്സ് ഓഫ് 3 years, 3 കൊല്ലത്തെ ആവറേജ് 10% ആണെങ്കിൽ 3rd ഇയറിൽ വെസ്റ്റ് ചെയ്യും. സർ 10% ആയിട്ടില്ല, വെസ്റ്റ് ചെയ്യൂല, ഓപ്ഷൻ ലാപ്സ് ചെയ്യും. ഓക്കെ, ശ്രദ്ധിക്കുക. 5,000 unvested options lapsed on 31/3/2012. ഓക്കെ, 31/3/2012 എന്ത് ചെയ്തു, 5000 അൺവെസ്റ്റഡ് ഓപ്ഷൻസ് ലാപ്സ് ചെയ്തു. ഓക്കെ, ലാപ്സ് ചെയ്തു. മക്കളെ, ലാപ്സ് ചെയ്തതിന്റെ മേലെ നമ്മൾ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യണമെന്ന് ചോദിച്ചാൽ വേണ്ട. എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുമ്പോൾ, എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ എപ്പം എക്സ്പെക്ടഡ് നമ്പർ ഓഫ് എംപ്ലോയീസ് എക്സ്പെക്ടഡ് ടു എക്സസൈസ്, നമ്പർ ഓഫ് എംപ്ലോയീസ് എക്സ്പെക്ടഡ് ടു എക്സസൈസിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യണത്, എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളോട് പറയാം 4,000 unvested options lapsed on 31/3/2013 and finally 3,500 unvested options lapsed on 31/3/2014. ഓരോ കൊല്ലങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, അൺവെസ്റ്റഡ് ഓപ്ഷൻസ് ലാപ്സ് ചെയ്യുന്നുണ്ട്. ഫോളോയിങ് ഈസ് ദ ഏർണിംഗ് ഓഫ് ചോയ്സ് ലിമിറ്റഡ്. ഫസ്റ്റത്തെ കൊല്ലം 14%, രണ്ടാമത്തെ കൊല്ലം 10%, മൂന്നാമത്തെ കൊല്ലം 7%. 850 employees exercised their vested options within a year. ഒരു കൊല്ലം കൊണ്ട് 850 employees എന്ത് ചെയ്തു, ഓപ്ഷൻ എക്സസൈസ് ചെയ്തു. And remaining options were unexercised at the end of the contractual life. Okay, ബാക്കി എന്ത് ചെയ്തു, അതായത് എക്സസൈസ് പീരീഡ് കഴിഞ്ഞപ്പോൾ ലാപ്സ് ചെയ്തു, അതായത് വെസ്റ്റഡ് ഓപ്ഷൻസ് ലാപ്സ്ഡ് എന്നാണ് അതിന്റെ അർത്ഥം. Past journal entries for the above. മക്കളെ പറയുന്ന മക്കളെ, നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ വായിക്കി, എന്നിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാം. മക്കളെ, നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചു. എന്റെ ചോദ്യം, മക്കളെ, എത്രയാണ് വെസ്റ്റിംഗ് പീരീഡ്? ഓക്കെ, അതായത് നമ്മൾ വെസ്റ്റിംഗ് പീരീഡ് എല്ലാവരും പറയുന്ന വെച്ചാൽ 3 years ആണ്. അങ്ങനെ എടുക്കാൻ പറ്റൂല, 3 years എടുക്കാൻ പറ്റൂല. അതായത് നമ്മൾ എന്താ ഇതിന്റെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചോ, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു. ഒരു കൊല്ലം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യണം. ഒരു കൊല്ലം എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ കൊല്ലത്ത് നമ്മുടെ P&L അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. റഫായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു, നമുക്ക് മനസ്സിലായി ഈ കൊല്ലം ഫസ്റ്റത്തെ കൊല്ലം ടാർഗറ്റ് എത്രയാ, 16%. എത്രയാ, 16%. നമ്മൾ എത്രയാണ് കിട്ടിയത്, 14%. അന്നേരം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു കൊല്ലമല്ല വെസ്റ്റിംഗ് പീരീഡ്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് മനസ്സിലായി ഒരു കൊല്ലമല്ല വെസ്റ്റിംഗ് പീരീഡ്. ആ ഒരു കൊല്ലം കൊണ്ട് തന്നെ 16% മേലെ ആയിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലമേ ഉള്ളൂ വെസ്റ്റിംഗ് പീരീഡ്. നമുക്ക് കിട്ടുന്ന
ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ 16% മേലെയാണെങ്കിൽ ഒരു കൊല്ലമുള്ള വെസ്റ്റിംഗ് പീരീഡ്, പിന്നെ വെസ്റ്റിംഗ് പീരീഡ് കുറെ ആക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ഓവർ വെച്ചിട്ടാ പറയുന്നത്. ഫസ്റ്റ് ഇയർ എൻഡ് ചെയ്തപ്പോ നമുക്ക് മനസ്സിലായി വെസ്റ്റിംഗ് പീരീഡ് 1 year അല്ല, പിന്നെ എത്രയാ 3 years അല്ല 2 years. സർ അതങ്ങനെ 2 years. ഈ കൊല്ലം എന്തായാലും വെസ്റ്റിംഗ് പീരീഡ് അല്ല, അടുത്ത കൊല്ലം ആവാനുള്ള ചാൻസ് ഉണ്ട്. സർ അടുത്ത കൊല്ലം ആവില്ല നമുക്ക് ഇപ്പം തന്നെ അറിയില്ല. മറ്റേ 31/3/2013 വന്നിട്ടുണ്ട്, 31/3/2014 വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പ്രശ്നം? നമുക്കറിയാം മക്കളെ, ഒരു അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് അതാത് കൊല്ലം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. പ്രോഫിറ്റ് അതാത് കൊല്ലം കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഈ കൊല്ലം നിന്നിട്ട് പറയുന്നത് അടുത്ത കൊല്ലം കുട്ടിക്ക് ആവറേജ് എന്തായാലും എനിക്ക് എത്രയാന്ന് വേണ്ടത് 13 കിട്ടൂല എനിക്ക് ഇന്ന് പറയാൻ പറ്റൂല. അടുത്ത കൊല്ലത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താലേ പറയാൻ പറ്റൂ. എക്സാമിന് ക്വസ്റ്റ്യൻ തരുമ്പോൾ എല്ലാം ഒന്നിച്ചിട്ട് തരും. എക്സാമിന് ക്വസ്റ്റ്യൻ തരുമ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും? 31/3/2012, 31/3/2013 അങ്ങനെയൊക്കെ തരും. അത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫ്യൂച്ചറിലുള്ള പ്രോഫിറ്റ് അറിയാൻ പറ്റുന്ന ഇല്ല. പ്രാക്ടിക്കലി ചിന്തിക്കും, തിയറി അല്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ല ഞാൻ പറയുന്നത്, പ്രാക്ടിക്കൽ. ഞാൻ ഈ കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താൽ എനിക്ക് ഈ കൊല്ലത്തെ പ്രോഫിറ്റ് അറിയൂ. ഈ കൊല്ലത്തെ പ്രോഫിറ്റ് 16% ആണോ? അല്ല. എത്രയാ? 14%. എന്നാൽ ഈ കൊല്ലമല്ല എന്തായാലും വെസ്റ്റിംഗ് പീരീഡ്. ഈ കൊല്ലം മാത്രമല്ല വെസ്റ്റിംഗ് പീരീഡ്, അടുത്ത കൊല്ലം വെസ്റ്റിംഗ് പീരീഡ് ആവാൻ ചാൻസ് ഉണ്ട്. സർ അടുത്ത കൊല്ലം ഉറപ്പാണോ? പറയാൻ പറ്റൂല. അടുത്ത കൊല്ലം PL അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മനസ്സിലാവും. ഇനി നിങ്ങൾ അടുത്ത കൊല്ലത്തേക്ക് പോയി. അടുത്ത കൊല്ലം പോയതിനു ശേഷം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? PL അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. PL അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏർണിംഗ്സ് കിട്ടി 10%. 10 + 14 24 ഡിവൈഡ് ബൈ 2, കാരണം 2 കൊല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഡിവൈഡ് ബൈ 2 നിങ്ങൾക്ക് കിട്ടും 12%. എത്ര കിട്ടും? 12%. നിങ്ങളുടെ ടാർഗറ്റ് എത്രയാ? 13%. വെസ്റ്റിംഗ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താ? ഇല്ല. നമുക്ക് മനസ്സിലായി, രണ്ടാമത്തെ കൊല്ലം മനസ്സിലായി, മൂന്നാമത്തെ കൊല്ലം വെസ്റ്റിംഗ് പീരീഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ കൊല്ലത്തേക്ക് പോയി. മൂന്നാമത്തെ കൊല്ലം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് കൊല്ലത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7%. നിങ്ങൾ ആവറേജ് കണ്ടുപിടിച്ചു 3-ന്റെയും. നിങ്ങൾക്ക് കിട്ടും 31%. 31 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 10 point something, that is more than 10. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായി 3 കൊല്ലം കൊണ്ട് എന്ത് ചെയ്ത്? ഓപ്ഷൻ വെസ്റ്റ് ചെയ്തു. വെസ്റ്റ് ചെയ്താൽ മാത്രമേ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റൂ? അല്ല, എംപ്ലോയീസിന് വാങ്ങിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ എംപ്ലോയീസിന് വാങ്ങിക്കാൻ പറ്റും, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ എടുക്കാൻ പറ്റൂല. വെസ്റ്റിംഗ് പീരീഡ് 3 കൊല്ലം എന്നിട്ട് എടുക്കാൻ പറ്റൂല. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ കൊല്ലത്തേക്ക് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്തോടും. മക്കൾ ഇത് 10 മാർക്കിന് ഒരു പ്രാവശ്യം എക്സാമിൽ ചോദിച്ചത്. 10 മാർക്കിന് ഞാൻ എല്ലാ അറ്റംപ്റ്റും പഠിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്, വലിയ സംഭവം തന്നെ. ഓക്കെ മക്കളെ, ഇതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ബാക്കി അൺവെസ്റ്റഡ് ഓപ്ഷൻ ലാബ്സ് ചെയ്യുന്നതിലും ജേർണലിലും നമുക്കറിയാം എന്താ ചെയ്യേണ്ടതല്ലോ. ഓക്കെ വെയിറ്റ്, നമുക്കിത് കമ്പൈൻഡ് മെത്തേഡ് ചെയ്യാം. ഏത് മെത്തേഡ്? കമ്പൈൻഡ് മെത്തേഡ്. ഞാൻ പറഞ്ഞേ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കമ്പൈൻഡ് മെത്തേഡാണ്. ആകെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ ഇൻഡിവിജ്വൽ മെത്തേഡ് ചെയ്തോളൂ. ഇൻഡിവിജ്വൽ മെത്തേഡ് വേണം ചെയ്തു. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു അസംപ്ഷൻ പറഞ്ഞത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് എക്സാമിന്. ഓക്കെ, അത് ഫോളോ ചെയ്തു. പിന്നെ ഇതിൽ ഇതേ ചോദിക്കോട്ടെ. നിങ്ങൾ വിചാരിക്കരുത് സർ ഒരു 3.5 കൊല്ലം തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണ്ടേ, അല്ലെങ്കിൽ 5.5 കൊല്ലം തന്നിട്ട് അതൊന്നും ചോദിക്കൂല. ICIക്ക് അറിയാം നമ്മുടെ മക്കൾക്ക് കുറെ പഠിക്കാനുണ്ട്. എന്നിട്ട് നമ്മളെ മക്കൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയലോ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കൊടുക്കണം. 10 ക്വസ്റ്റ്യൻ്റെ ഒരു ക്വസ്റ്റ്യൻ അത് നിങ്ങൾ എത്തിക്ക് പോയി. ഓക്കെ, ശ്രദ്ധിക്ക്. 850 എംപ്ലോയീസ് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് പറഞ്ഞാൽ 850 × 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 85,000 ആണ് എന്ത് ചെയ്യുന്നത്? സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് വെറുതെ എഴുതുന്നതാണ്. ഓക്കെ, നമുക്കിനി പ്രോബ്ലത്തിലേക്ക് പോയാലോ? നമുക്കൊരു 5 minutes തരാം. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഓരോ കൊല്ലം എക്സ്പെൻഡിച്ചർ എത്ര റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? നമ്മൾ ഇന്നലെ എന്താണോ പഠിപ്പിച്ചത് അത് തന്നെയാണ്. എന്താ ഇന്നലെ നമ്മൾ പഠിപ്പിച്ചത്? എക്സ്പെൻസ് ടു ബി റെക്കഗ്നൈസ്ഡ്. ഓക്കെ, ഏത് കൊല്ലായിരുന്നു എക്സ്പെൻസ് ടു ബി റെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എംപ്ലോയീസ് എക്സ്പെക്ടഡ് ടു എക്സർസൈസ് ഇൻടു നമ്പർ ഓഫ് ഓപ്ഷൻസ് ഇൻടു എന്താണ്? വാല്യൂ ഓഫ് ഓപ്ഷൻ ഇൻടു ഫസ്റ്റ് ഇയർ ആണെങ്കിൽ 1 വെസ്റ്റിംഗ് പീരീഡ്. സെക്കൻഡ് ഇയർ മുതൽ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ മുതൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ accumulated expense minus expense recognized already. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെൻസ് ടു ബി റെക്കഗ്നൈസ്ഡ് ഇൻ ഇയർ 1, ഇയർ 2, ഇയർ 3 കിട്ടും. ഓക്കെ മക്കളെ, ഞാൻ ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസ് ടു ബി റെക്കഗ്നൈസ്ഡ് ഇൻ ഇയർ 1
മക്കളെ നമുക്കുള്ളത് 1000 എംപ്ലോയീസ് ആണ്. ഓക്കെ, 1000 എംപ്ലോയീസിന് 100 ഓപ്ഷൻസ് വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 lakh ഓപ്ഷൻസ്. എത്രയാണ്? 1 lakh ഷെയർസ്. അതിൽ 500 ഷെയർസ് ഓർ ഓപ്ഷൻസ് വാട്ട് എവർ മേ ബി. ഓക്കെ, 500 ഓപ്ഷൻസ് എന്തായി? ക്യാൻസൽ ആയി. അതായത് 1 lakh 5,000 പോയാൽ 95,000 മാത്രമേ ഫസ്റ്റ് ഇയറിൽ ബാക്കിയുള്ളൂ. അതായത് മനസ്സിലാക്കേണ്ടത് 95,000 ഓപ്ഷൻസിന്റെ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്താൽ മതി. into 30 value of option into 1/2. സർ അതെങ്ങനെ 1/2 കിട്ടുന്നത്? മക്കളെ ഈ കൊല്ലം ഫസ്റ്റ് കൊല്ലം നമ്മൾ പറയുന്നത് അടുത്ത കൊല്ലവും വെസ്റ്റിംഗ് പീരീഡ് ആവാൻ ചാൻസ് ഉണ്ട്. അടുത്ത കൊല്ലം മാൻഡേറ്ററി ആണോ? അല്ല, നമുക്കറിയില്ല അടുത്ത കൊല്ലം എന്താ നമ്മുടെ ഏർണിങ്സ് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ into 1/2 that is equal to 14,25,000. എത്ര എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? 14,25,000. മക്കളെ ഇത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തുകൊടുക്കണം. നമ്മുടെ നമ്പർ ഓഫ് എംപ്ലോയീസ് എക്സ്പെക്ടഡ് ടു എക്സസൈസ് മാറുന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റിക്കൊടുക്കണം. നെക്സ്റ്റ് ഇയർ എക്സ്പെൻസ് ടു ബി റെക്കഗ്നൈസ്ഡ് ഇൻ ഇയർ 2. ഓക്കെ, 95,000 നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ എക്സ്പെൻഡിച്ചർ നിങ്ങൾ ഓൾറെഡി എത്രയാണ് എക്സസൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പറഞ്ഞാൽ 95,000 ഉണ്ട്. അതിൽ നിന്ന് 4,000 പോയി. എന്നിട്ട് എത്രയും ബാക്കിയുള്ളത്? 91,000. ഓക്കെ, എത്ര വാല്യൂ ഓഫ് ഓപ്ഷൻ? 30 rupees. മക്കളെ നിങ്ങൾ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി സെക്കൻഡ് ഇയർ അല്ല വെസ്റ്റിംഗ് പീരീഡ്. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും അല്ല വെസ്റ്റിംഗ് പീരീഡ്, തേർഡ് ഇയറും വെസ്റ്റിംഗ് പീരീഡ് ആവാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ വെസ്റ്റിംഗ് പീരീഡ് 3 ആയി കൂടി. into 2/3 എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? into 2 എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് ഇയേഴ്സ്. രണ്ടാമത്തെ കൊല്ലം എത്ര കംപ്ലീറ്റ് ആയി? 2 കൊല്ലം കംപ്ലീറ്റ് ആയി. മൈനസ് എക്സ്പെൻസ് ഓൾറെഡി റെക്കഗ്നൈസ്ഡ്. എത്രയാ? 14,25,000. നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടും? 3,95,000. എത്ര കിട്ടും? 3,95,000. എക്സ്പെൻസ് ടു ബി റെക്കഗ്നൈസ്ഡ് ഇൻ ഇയർ 3. ഓക്കെ, 91,000 ആണ് ഓൾറെഡി നമുക്ക് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഓപ്ഷൻ ബാക്കിയുള്ളത് എത്രയാ? 91,000. 91,000 3,500 എന്ത് ചെയ്തു? അൺവെസ്റ്റഡ് ഓപ്ഷൻസ് ലാപ്സ് ചെയ്തു. അത് മൈനസ് ചെയ്യാം. then you will get 87,500 into 30 into 3/3. അതായത് മാക്സിമം എക്സ്പെൻഡിച്ചർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് 87,500 into 30 ആണ്. that is equal to 26,25,000. 3 കൊല്ലം കഴിയുമ്പോൾ എത്ര മാക്സിമം എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യണ്ടേ? 26,25,000. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഓൾറെഡി റെക്കഗ്നൈസ് ചെയ്ത് 3,95,000 മൈനസ് ചെയ്യുക, 14,25,000 മൈനസ് ചെയ്യുക. then you will get 8,05,000. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ 14,25,000, സെക്കൻഡ് ഇയറിൽ 3,95,000, തേർഡ് ഇയറിൽ 8,05,000. മക്കളെ ഇതാണ് നമ്മൾ എന്ത് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്ക്, 87,500 ഓപ്ഷൻസ് ആണ് ഉള്ളത്. 87,500 ഓപ്ഷൻസ് എന്ന് പറയുന്നത് 100 ഓപ്ഷൻസ് ആണ്. ഓക്കെ, 100 ഓപ്ഷൻസിന് ഒരു എംപ്ലോയിക്ക്, അതായത് 875 എംപ്ലോയീസിന്റെ ഓപ്ഷൻസ് എന്ത് ചെയ്തു? വെസ്റ്റ് ചെയ്തു. 875 എംപ്ലോയീസിന്റെ ഓപ്ഷൻസ് വെസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് ആകെ എത്രയാണ് നമ്മള് എക്സസൈസ് ചെയ്തത്? 850. അതായത് ബാക്കി എക്സസ് എത്ര ഉണ്ട്? 25 ഉണ്ട്. അത് റിവേഴ്സ് ചെയ്യണം. ചെയ്യുന്നതിന്റെ ജേർണൽ എൻട്രി എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് അപ് ടു ജനറൽ റിസർവ്. മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കുക, തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി എത്രയാണ് എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്ത് അത് റിവേഴ്സ് ചെയ്യണം. ഓക്കെ, ഈ ക്വസ്റ്റനിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, വരാൻ ചാൻസ് ഒന്നും ഇല്ല, ബട്ട് സ്റ്റിൽ ഞാൻ പഠിപ്പിക്കാം കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട്. അതായത് ബൈ ചാൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്ത എക്സ്പെൻഡിച്ചർ റിവേഴ്സ് ചെയ്യണം. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മക്കളെ ഇതിന് ജേർണൽ എൻട്രി എങ്ങനെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇയറിൽ ജേർണൽ എൻട്രി എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു ESOP ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് 14,25,000. സെക്കൻഡ് ഇയറിൽ ജേർണൽ എൻട്രി എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു ESOP ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്. മക്കളെ ക്ലോസ് ചെയ്യണേ P&L അക്കൗണ്ടിലേക്ക്. ഓക്കെ, അത് ഞാൻ പറയുന്നില്ല. മൂന്നാമത്തെ കൊല്ലം 8,05,000 ജേർണൽ എൻട്രി. പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ് ടു 850 into exercise price. ESOP outstanding account 850 into value of option. Okay, പിന്നെ ESOP outstanding account to equity share capital to securities premium. Equity share capital എന്ന് പറയുന്നത് face value, to securities premium എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് പ്രൈസ് മൈനസ് ഫേസ് വാല്യൂ. മക്കളെ ഇതാണ് ജേർണൽ എൻട്രീസ്. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യാം? 25 എക്സസ് എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, അത് റിവേഴ്സ് ചെയ്യാം. എന്താ ജേർണൽ എൻട്രി? ESOP ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് അപ് ടു ജനറൽ റിസർവ്. മക്കളെ സൗണ്ട് ഓക്കെ ആണോ?
മക്കളെ ഇതാണ് ഞാൻ പഠിപ്പിച്ച രീതി. ഓക്കെ, ഇതാണ് ഞാൻ പഠിപ്പിച്ച രീതി. പക്ഷെ ICAI ക്വസ്റ്റ്യനിൽ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് കാൽക്കുലേഷൻ ഓഫ് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ്. അത് ഈ സ്റ്റേറ്റ്മെന്റ് ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല. ബട്ട് അവരൊരു സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പഠിപ്പിച്ചു തരാം. ഓക്കെ, ശ്രദ്ധിക്കും. കണ്ട ഉടനെ നിങ്ങൾ പറയുന്നത് നമുക്ക് ഇത് വേണ്ടാന്ന്, എന്നാൽ ശ്രദ്ധിക്കുക, ആവശ്യമില്ല. Statement showing compensation expense to be recognized at the end of year 1, year 2, year 3, 31/3/2012, 31/3/2013, 31/3/2014. Okay. Particulars: number of options expected to vest, number of employees, number of options expected to vest, that is equal to 95,000 options. 1 lakh and 5,000 are already minus. So ഞാൻ അടുത്ത ഇയറിലേക്ക് പോകുന്നില്ല, ഫസ്റ്റ് ഇയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഇയറിലേക്ക് പോകും. ടോട്ടൽ കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്രൂഡ്, അതായത് 95,000 ഓപ്ഷൻസ് അവർ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? 95,000 into 30, that is equal to 28,50,000. 28,50,000 ആണ് നമ്മൾ 2 കൊല്ലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടോട്ടൽ ആയിട്ട് എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇയർ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്, ഫസ്റ്റ് ഇയറിന്റെ എസ്റ്റിമേഷൻ ആണ് ഇത്. ഓക്കെ, കോമ്പൻസേഷൻ എക്സ്പെൻസ് ഓഫ് ദി ഇയർ, അതായത് ഈ കൊല്ലം കൊണ്ട് നമ്മൾ എത്ര റെക്കഗ്നൈസ് ചെയ്യണം, ഈ കൊല്ലം കൊണ്ട് നമ്മൾ എത്ര എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ, കോമ്പൻസേഷൻ എക്സ്പെൻസ് ഓഫ് ദി ഇയർ, കോമ്പൻസേഷൻ എക്സ്പെൻസ് ഓഫ് ദി ഇയർ എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ 1 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 2 കൊല്ലം കൊണ്ട് മാക്സിമം എക്സ്പെൻഡിച്ചർ എത്രയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ എഴുതി വെച്ചോ, ESOP ഔട്ട്സ്റ്റാൻഡിംഗ്. ഓക്കെ, എത്ര എമൗണ്ട്? 28,50,000 ആണ് നിങ്ങൾ 2 കൊല്ലം കൊണ്ട് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ അന്നേരം 1 കൊല്ലം എത്രയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? അതിന്റെ പകുതി എത്രയാ? 14,25,000. ഓക്കെ, കോമ്പൻസേഷൻ എക്സ്പെൻസ് പ്രീവിയസ്ലി റെക്കഗ്നൈസ്ഡ്, കോമ്പൻസേഷൻ എക്സ്പെൻസ് പ്രീവിയസ്ലി റെക്കഗ്നൈസ് എത്രയാ? നിൽ. കോമ്പൻസേഷൻ എക്സ്പെൻസ് ടു ബി റെക്കഗ്നൈസ്ഡ് ഫോർ ദി ഇയർ, കോമ്പൻസേഷൻ എക്സ്പെൻസ് റെക്കഗ്നൈസ്ഡ് ഫോർ ദി ഇയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 14,25,000 ആണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഈ കൊല്ലം റെക്കഗ്നൈസ് ചെയ്തത് 0, അല്ല പ്രീവിയസ്ലി റെക്കഗ്നൈസ് ചെയ്തത് 0, അങ്ങനെയാണ് ഈ കൊല്ലം റെക്കഗ്നൈസ് ചെയ്യേണ്ടത് 14,25,000. എത്രയാ? 14,25,000. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി രണ്ടാമത്തെ കൊല്ലം ചെയ്യാം. രണ്ടാമത്തെ കൊല്ലം ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ള 91,000 ആണ്. 91,000 മാക്സിമം നമ്മൾ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് 27,30,000 ആണ്. എത്രയാ? 27,30,000. അങ്ങനെയാണെങ്കിൽ 2 years ആവുമ്പോഴേക്ക് നമ്മുടെ ESOP ഔട്ട്സ്റ്റാൻഡിംഗ് എത്രയാവണം? 27,30,000 into 2/3, that is equal to 18,20,000. Maximum expenditure to be recognized, maximum expenditure to be recognized in year 2. Okay, accumulated expense 18,20,000. Previously recognize ചെയ്തിട്ടുണ്ട് 14,25,000 recognize ചെയ്തിട്ടുണ്ട്. എത്ര ആൻസർ വരുന്നത്? 3,95,000. എത്രയാ? 3,95,000 ഈ കൊല്ലം റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ ഇയർ 3 നമ്മൾ ഓപ്ഷൻസ് എത്രയുള്ളത്? 87,500 ഓപ്ഷൻസ് ആ ഉള്ളത്. അതിന് മാക്സിമം എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് 26,25,000. 3 കൊല്ലം ആകുമ്പോഴേക്കും എത്ര തന്നെയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? 26,25,000 തന്നെയാണ്. ഓക്കെ, അതിൽ മാറ്റമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ എത്ര റെക്കഗ്നൈസ് ചെയ്തു? 18,20,000. എങ്ങനെ കിട്ടിയത്? 14,25,000 പ്ലസ് 3,95,000. ബാക്കി എത്ര റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? 8,05,000 ഈ കൊല്ലം റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ മക്കളെ, ഇതിലിപ്പോ നിങ്ങൾക്ക് ഏതാ ഈസി ആയിട്ട് ഒന്ന്? ഫസ്റ്റ് ചെയ്തതാണോ സെക്കൻഡ് ചെയ്തതാണോ? മക്കളെ, ഫസ്റ്റ് ചെയ്തതായിരിക്കും കമ്പാരിറ്റീവ്ലി ഈസിയർ. പക്ഷെ എക്സാമിന് 10 മാർക്കിനും ചോദിച്ചാൽ പ്രസന്റേഷൻ ഇങ്ങനെ തന്നെ കൊടുക്കാൻ നോക്കൂ. കാരണം മാർക്ക് അല്ലെങ്കിൽ അവർ കട്ട് ചെയ്താണ്. ഓക്കെ, ICAI is not trustworthy. കാരണം നമ്മളെല്ലാം പഠിക്കുമ്പോൾ ഇത് മാത്രമേ ഞാൻ പഠിക്കുന്നുള്ളൂ. അതായത് ഇത് നമ്മൾ ഈ ഫോർമാറ്റ് ബൈഹാർട്ട് പഠിക്കരുത്. നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം, നിങ്ങൾക്ക് ഓൾറെഡി ലോജിക്ക് അറിയാം. അത് പിന്നെ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞ പോലെ എത്ര ഓപ്ഷൻസ് ബാക്കിയുണ്ട്, എത്ര എക്സ്പെൻഡിച്ചർ ടോട്ടലായിട്ട് റെക്കഗ്നൈസ് ചെയ്യണം, ഈ കൊല്ലം ആകുമ്പോഴേക്ക് എത്ര എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യണം, ഈ കഴിഞ്ഞ കൊല്ലം എത്ര റെക്കഗ്നൈസ് ചെയ്തു, ഈ കൊല്ലം പിന്നെ എത്രയോ റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്നത്. അതെ, അങ്ങനെ വായിച്ച് നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ മലയാളം അറിയണം, നമുക്ക് അതിന്റെ മീനിങ് അറിയണം. മീനിങ് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യാം? വായിച്ച് മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ മക്കളെ, പറയുന്ന മനസ്സിലാവുന്നുണ്ടോ?
ഇവിടെ ആ കൺസെപ്റ്റ് ആണ് മക്കളെ ഇമ്പോർട്ടന്റ്. അതായത് എത്രയാണ് വെസ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഒരു കൊല്ലം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 കൊല്ലമാണ് വെസ്റ്റിംഗ് പീരീഡ്, 2 കൊല്ലം ആയിക്കഴിഞ്ഞാൽ പറയും 3 കൊല്ലം വെസ്റ്റിംഗ് പീരീഡ്. അതാണ് ഇമ്പോർട്ടൻസ്, വേറെ ഒന്നും ഇമ്പോർട്ടന്റ് അല്ല. ജേണൽ എൻട്രിയിൽ എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് ഓൾറെഡി എല്ലാവരും ബൈഹാർട്ട് പഠിച്ചു, അതൊന്നും വലിയ സംഭവമല്ല. ഇപ്പം ജേണൽ എൻട്രി നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചില്ലെങ്കിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളെ പഠിത്തത്തിന്റെ ലെവല് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ഇതും എന്തായാലും എഴുതി വെച്ച മക്കളെ. ജേണൽ എൻട്രി ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ ജസ്റ്റ് എഴുതിക്കോ. ജേണൽ എൻട്രി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓക്കെ, കാരണം ജേണൽ എൻട്രിയിൽ റിപ്പീറ്റേഷൻ ആണ്. ഓക്കെ, നവംബർ 2018. ഓക്കെ, നവംബർ 2018 10 മാർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ, 10 മാർക്കിന്. ഓക്കെ, ലക്കി ലിമിറ്റഡ് ഗ്രാൻസ് 100 സ്റ്റോക്ക് ഓപ്ഷൻസ്. ഓക്കെ, ലക്കി ലിമിറ്റഡ് ഗ്രാൻസ് 100 സ്റ്റോക്ക് ഓപ്ഷൻസ് to each of its 1,500 employees on 1/4/2014 for 40 rupees, depending upon the employees at the time of vesting of options. Options would be exercisable within a year it is vested. The market price of the share is ₹70. That is 30 rupees. തന്നെയാണ് ഇവിടെയും 30 rupees തന്നെയാണ് ഇവിടെയും value of option. These options will vest at the end of year 1 if the earning of Lucky Limited is 15%, or it will vest at the end of year 2 if the average earning of 2 years is 13%, or lastly it will vest at the end of 3rd year if the average earning of 3 years will be 10%. 8,000 unvested options lapsed on 31/3/2015, 6,000 unvested options lapsed on 31/3/2016, and finally 4,000 unvested options lapsed on 31/3/2017. മക്കളെ ഡിക്റ്റോ ക്വസ്റ്റ്യൻ 15/3/10. The earnings of the Lucky Limited for the entire year for the 3 financial years ended on 31st March 2015, 2016, and 2017 are 14%, 10%, 8%. ഫസ്റ്റ് ഡേയിൽ 15 ടാർഗറ്റ് കിട്ടിയില്ല, രണ്ടാമത്തേല് ആവറേജ് 13 കിട്ടിയിട്ടില്ല, മൂന്നാമത്തേല് 14, 10, 24, 32 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ മോർ ദാൻ 10%. ഓട്ടോമാറ്റിക്കലി വെസ്റ്റിംഗ് പീരീഡ് 3 ഇയറിലേക്ക് വരും. ഫസ്റ്റ് ഇയറിൽ 2 years, 2 years 3 years. ഓക്കെ, 1,250 employees exercised their vested options within a year, and remaining options were unexercised at the end of contractual life. You are required to give the necessary journal entries for the above and also prepare the statement showing. Makale, prepare the statement showing compensation expense to be recognized at the end of the 3 year. Okay, ഈ പ്രിപ്പറേഷൻ, ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാനിപ്പോ ആ ആൻസർ പഠിപ്പിച്ചത്. 10 മാർക്കിനെ ചോദിച്ചത്. 10 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ 3 കൊല്ലത്തേക്ക് എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യുന്നേക്ക് 6 ജേണൽ എൻട്രി ഫടാഫട്ട് എഴുതാൻ പറ്റും, എഴുതി പഠിച്ചാൽ. ഓക്കെ, പിന്നെ 4, 5 ജേണൽ എൻട്രിയും, സോറി 6, 2, 8 ജേണൽ എൻട്രിയോട് പരിപാടി തരും. അതിന്റെ അപ്പുറം ഒരു വർക്കിംഗ് നോട്ട്. പക്ഷെ എന്താ പറയുക പ്രത്യേകത, ആ 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടും, 10 മാർക്കും ഷുവർ ആയിട്ട് കിട്ടും. അതാണ് നമ്മളെ ഇമ്പോർട്ടൻസ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കും. ഇതൊന്നും വലിയ ഡീലൊന്നല്ല പഠിപ്പിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഹോംവർക്കാണ്, ഈ ക്വസ്റ്റ്യൻ ഹോംവർക്കാണ്. മക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ജേണൽ എൻട്രി ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, നറേഷൻ ഞാൻ തരുന്നില്ല. അതെന്റെ നെഗറ്റീവായിട്ട് നിങ്ങൾ വേണമെങ്കിൽ കൂട്ടിക്കോ. തൽക്കാലം എന്ത് ചെയ്യണം, നറേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ നോക്കിയിട്ട് അത്യാവശ്യം പഠിക്കണം. ഓക്കെ, വായിക്കുക, അത് റിലേറ്റഡ് ആയിട്ട് എന്താണ് വരുന്നത് അതേപോലെ ഇത് ബീങ് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് റെക്കഗ്നൈസ്ഡ് ഫോർ 1 year, 2 year, 3 year, whatever അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇത് ഹോംവർക്കാണ്. എല്ലാവരും ഓക്കെ ആണോ മക്കളെ? ഈ ഹോംവർക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചെയ്യണം കേട്ടോ. ആ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി വായിച്ചു നോക്കണം നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ്. എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചെയ്തു. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചെയ്തു. കാരണം അത് 2-3 വട്ടം ചെയ്താൽ ആ വേർഡ്സ് നമുക്ക് ബൈ ഹാർട്ട് ആവും. ചില വേർഡ്സിൽ ഡൗട്ട് വരും, അതുകൊണ്ട് പറയും വേർഡ്സ് ബൈ ഹാർട്ട് ആവും. ഓക്കെ, ഇനി അഥവാ നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് പഠിപ്പിച്ചെന്ന പോലെ ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് വന്നാൽ മതി, പ്രശ്നമാക്കണം. ഓക്കെ, ഇനി എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി പറയാനുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 13. Okay, PQ Limited grants 100 stock options to each of its 100,000 employees on 1/4/2015, conditioned upon the employee remaining in the company for 2 years. The fair value of the option is ₹18. Fair value of the option, share option. Value of option on the grant date, and exercise period price is 55 per share. Exercise price the other information is given as under. ശ്രദ്ധിക്കണം എല്ലാവരും, ഈ ക്വസ്റ്റ്യൻ കുറച്ച് ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ ആൻസർ പറഞ്ഞതിന് ശേഷം ഞാൻ പഠിപ്പിച്ചു. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. നമ്പർ ഓഫ് എംപ്ലോയീസ് എക്സ്പെക്ടഡ് ടു സാറ്റിസ്ഫൈ സർവീസ് കണ്ടീഷൻസ് ആർ 930 in the first year and 850 in the second year. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തെ പോയിന്റ്
40 employees left the company in the first year of service and 880 employees have actually completed second year vesting period. Okay, ഇതാണ് പറയുന്നത്. You are required to calculate ESOP cost to be amortized by PQ Limited in the year 2015-16 and 16-17. മക്കളെ ഇവിടെ എക്സ്ട്രാ എന്തോ രണ്ട് ഡീറ്റെയിൽസ് ആണ്. എന്റെ ചോദ്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ എത്ര നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ മേലെയാണ് നിങ്ങൾ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? ഒരു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഇയറിൽ എത്ര നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ മേലെ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഓക്കെ. രണ്ടാമത്തെ കൊല്ലം എത്ര എംപ്ലോയീസിന്റെ മേലെ നമ്മൾ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഇതാണ് എന്റെ ചോദ്യം. നിങ്ങൾ ആൻസർ പറഞ്ഞോട്ടെ. നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടേതായ വ്യൂവില് പല ആൻസേഴ്സും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ കൺസെപ്റ്റ് ആണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ഞാൻ പറയുന്ന കഥ ശ്രദ്ധിച്ചോ. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 930 എംപ്ലോയീസ് എക്സസൈസ് ചെയ്യുന്നതാണ്. എത്ര? 930 എംപ്ലോയീസ് ഞാൻ എക്സ്പെക്ട് ചെയ്യാൻ 930. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വെച്ചാല് നമുക്ക് എത്രയാണോ എക്സ്പെക്റ്റഡ് വരുന്നത്, ഓക്കെ, നമ്മൾ പറയുന്നത് വെച്ചാൽ മാക്സിമം നമ്മൾ എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്യണം. മാക്സിമം കുറച്ചിട്ടോ കൂട്ടിയിട്ടോ നമ്മൾ എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്യണം എന്നാ പറയുന്നത്. ഞാൻ പറയുന്നത് നമ്പർ ഓഫ് എംപ്ലോയീസ് എക്സ്പെക്ടഡ് ടു സാറ്റിസ്ഫൈ സർവീസ് കണ്ടീഷൻസ് ആർ 930. അതായത് 1000 എംപ്ലോയീസിന് ഞാൻ കൊടുത്തു. പക്ഷെ എത്ര ആളെ എന്റെ എക്സ്പെക്ടേഷൻ എത്രയാ? അതിലൊരു 930 എംപ്ലോയീസ് എക്സ്പെക്ട് ചെയ്തത് 930 എംപ്ലോയീസ് എന്ത് ചെയ്യും? എക്സസൈസ് ചെയ്യും. ഓക്കെ, ശ്രദ്ധിക്കും. 930 എംപ്ലോയീസ്, അതായത് വേണമെങ്കിൽ 70 എംപ്ലോയീസ് ലീവ് ചെയ്യുന്നതാണ് എന്റെ എക്സ്പെക്ടേഷൻ. ബട്ട് എനിക്ക് ആക്ച്വലി തന്നിട്ടുണ്ട് 40 employees left the company. 40 employees left the company in the first year of service. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 40 എംപ്ലോയീസിന് എന്തായാലും അപ്ലിക്കബിൾ അല്ല. ഈ 40 എംപ്ലോയീസിന് എന്തല്ല അപ്ലിക്കബിളേ അല്ല. എന്ത് എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, മക്കളെ ശ്രദ്ധിക്കും. അതും ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോ, കാരണം എനിക്കറിയാലോ ഈ ഫസ്റ്റ് ഇയറിന്റെ ഉള്ളിൽ എനിക്ക് എംപ്ലോയീസ് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞാലാണ് എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് 70 എംപ്ലോയീസ് എക്സസൈസ് ചെയ്യൂല, ബാക്കി 930 ആണ് എംപ്ലോയീസ് എക്സസൈസ് ചെയ്യും. 70 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് ആക്ച്വൽ എന്തായി? 40 ആൾക്കാർ പോയി. എന്നാൽ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ 70 ആണ് എക്സ്പെക്ടഡ് എത്രയാ? കൂടുതൽ എക്സ്പെക്ടേഷൻ വെറുതെ എക്സ്പെക്ടേഷൻ അല്ല, എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. ഓക്കെ, എന്നാൽ ഞാൻ പറയുന്നത് വെച്ചാൽ എക്സ്പെക്ടഡ് അല്ലേ കൂടുതൽ? എക്സ്പെക്ടഡിന്റെ ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ 70 അല്ലേ കൂടുതൽ? 70 പോകുന്നല്ല പറഞ്ഞത്. ആ 70 ഈ 40 ഇൻക്ലൂഡഡ് ആണ്. മക്കളെ, ഈ 70 ഈ 40 ഇൻക്ലൂഡഡ് ആണ്. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തു 70 ആൾക്കാർ പോകും. 70 ആൾക്കാർ പോകുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്ത്. ഓക്കെ, 70 സ്റ്റാഫ്സ് പോകുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് ആക്ച്വൽ എത്ര സംഭവിച്ചത്? 40. അതുകൊണ്ട് ബാക്കി 30 എക്സ്പെൻഡിച്ചർ അല്ല എന്നാ പറയുന്നത്. അല്ലല്ല, ആ 30 അതും പ്രൊവിഷനാണ്, ബാക്കി 30യും പ്രൊവിഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ശ്രദ്ധിച്ചോ. നിങ്ങൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് പ്ലാൻ ചെയ്തത്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത് കൂടുതൽ, എംപ്ലോയീസ് ലീവ് ചെയ്തത് കുറവ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടഡ് ആണ് എടുക്കേണ്ടത്. ഏതാ എടുക്കേണ്ടത്? എക്സ്പെക്ടഡ് ആണ് എടുക്കേണ്ടത്. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നമ്മളോട് പറയുന്നത് എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങൾ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസ് എക്സ്പെക്ടഡ് ടു എക്സസൈസ് അതിന്റെ ബേസ് ചെയ്തിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ബെസ്റ്റ് എസ്റ്റിമേറ്റ് ആയിരിക്കണം എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. വെറുതെ കൂടുതലൊന്നും റെക്കഗ്നൈസ് ചെയ്യണ്ട. ഞാൻ എന്താ ഫസ്റ്റ് തന്നെ പറയുന്നത്, എനിക്ക് ഉറപ്പാണ് നമ്മുടെ കണ്ടീഷനിൽ വെച്ചിട്ട് 930 എംപ്ലോയീസ് ആണ് എക്സസൈസ് ചെയ്യാം. 930 എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ 70 എംപ്ലോയീസ് എക്സസൈസ് ചെയ്യൂല എനിക്ക് ഫസ്റ്റ് തന്നെ ഉറപ്പുണ്ട്. ഈ എന്റെ പോയപ്പോ അതിൽ കുറച്ച് കാര്യങ്ങൾ സത്യമായി. എന്താ സത്യമായത്? ഞാൻ പറഞ്ഞ 70 ഒരു 40 ആള് പോയി. എന്നിട്ട് നിങ്ങൾ എന്താ പറയാ? 70 മൈനസ് ചെയ്യണം, 40 മൈനസ് ചെയ്യണം. അല്ല, 70 എന്ന് പറഞ്ഞാൽ കൂടുതലാണ്.
ഓൾറെഡി ഞാൻ എന്ത് ചെയ്ത് ഈ 40 എക്സ്പെൻഡിച്ചർ അവിടെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ 40 ഇഗ്നോർ ചെയ്യാൻ വേണ്ടി. എന്തുകൊണ്ടാ? എന്റെ എക്സ്പെക്ടേഷൻ കൂടുതലാണ്, എനിക്ക് ആക്ച്വൽ ഉണ്ടായത് കുറവായതുകൊണ്ട്. എന്റെ എക്സ്പെക്ടേഷൻ കൂടുതലാണ്, എന്റെ ആക്ച്വൽ ഉണ്ടായത് കുറവായതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. കാരണം ആക്ച്വൽ നിങ്ങൾ എത്ര 930 വെച്ചിട്ട് എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്തോ? എത്ര വെച്ചിട്ട്? 930 വെച്ചിട്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ചെയ്യേണ്ടത് 930 വെച്ചിട്ട്. ഓക്കെ മക്കളെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും ലാസ്റ്റ് ഡേറ്റിനാവാം. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും ലാസ്റ്റ് ഡേറ്റിനാവാം. നമ്മൾ ആക്ച്വൽ എടുക്കുന്നതും ലാസ്റ്റ് ഡേറ്റിനാവാം. നമുക്കത് ആക്ച്വൽ ഉണ്ടെങ്കിലും ആക്ച്വൽ ഉണ്ട്, എക്സ്പെക്ടേഷൻ ഉണ്ട്. എക്സ്പെക്ടേഷൻ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആക്ച്വൽ കുറവാണെങ്കിൽ ആക്ച്വലിന് എടുക്കേണ്ട ആവശ്യമില്ല. ആ ആക്ച്വൽ ഈ എക്സ്പെക്ടഡിൽ വരുന്നുണ്ട്. ഓക്കെ, അതായത് 930 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇയറിൽ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഒരു കാര്യം ഓക്കെ, ഫസ്റ്റ് ആയിട്ട് എല്ലാവരും ഓക്കെ ആണോ മക്കളെ? ശ്രദ്ധിക്കുക. ബൈ ചാൻസ് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഇയറിൽ 150 എംപ്ലോയീസ് ലീവ് ചെയ്തെന്ന് വിചാരിക്കും. എത്ര? 150 എംപ്ലോയീസ്. 150 എംപ്ലോയീസ് ഫസ്റ്റ് ഇയറിൽ ലീവ് ചെയ്തെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ 70 ആണ്. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ 70 എംപ്ലോയീസ് ലീവ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആക്ച്വൽ എത്രയാ? 150. ഇവിടെ എക്സ്പെക്ടേഷൻ എടുക്കണം, ആക്ച്വൽ എടുക്കണം. ആക്ച്വൽ എടുക്കണം. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? കാരണം നമുക്കറിയാം അതായത് നമ്മൾ 70 എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യാനാ പ്ലാൻ ഇട്ടേ. പക്ഷെ 150 ആൾ ഓൾറെഡി പോയി. 150 ആൾ വെറുതെ നമ്മൾ എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്യുന്നത് വേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷനിൽ 1000 മൈനസ് 150, ഓക്കെ 850. ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ് മക്കളെ. ഈ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ബന്ധവുമില്ല. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ആക്ച്വൽ 150 ആണെങ്കിൽ ഇങ്ങനെയാ ചെയ്യേണ്ടത്. എന്നിട്ട് സാർ എന്താ പറയുന്നത്? പ്രൊവിഷൻ, എക്സ്പെക്ടേഷൻ ഓർ ആക്ച്വൽ വിച്ചെവർ ഈസ് ഹയർ. അങ്ങനെ കൺസെപ്റ്റ് എടുക്കണം. അത് ലിമിറ്റഡ് എക്സ്റ്റെന്റ് കറക്റ്റ് ആവും. കാരണം സെക്കൻഡ് ഇയർ എത്തുമ്പോൾ ചിലപ്പോൾ അത് മാറും. ഞാൻ ബൈഹാർട്ട് പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നു. നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ മാക്സിമം എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യണം. നമ്മൾ എന്താ പറയുന്നത്? പ്രൊവിഷനിൽ പറയുന്നത് 70 എംപ്ലോയീസ് ലീവ് ചെയ്യും. ആക്ച്വൽ എത്ര സംഭവിച്ചത്? 40. ഏതാ എടുക്കേണ്ടത്? 70. കൂടുതൽ ഏതോ അതെടുത്തു. ഓക്കെ, നിങ്ങൾ പറയുന്നത് 150 എംപ്ലോയീസ് ലീവ് ചെയ്തു. നിങ്ങൾ 70-നാണ് നിങ്ങൾ പ്രൊവിഷൻ പേ ചെയ്യുന്നത്. ഏതാ എടുക്കേണ്ടത്? 150 എടുക്കും. കാരണം ആക്ച്വലി ലീവ് ചെയ്ത് 150 പോയി. അങ്ങനെ 150 നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പെൻഡിച്ചർ ആയിട്ട് എടുക്കണം. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മക്കളെ സെക്കൻഡ് ഇയറിലേക്ക് നമുക്ക് പോവാം. സെക്കൻഡ് ഇയറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 850 ആണ്. അതായത് 850 എംപ്ലോയീസ് മാത്രമേ എന്ത് ചെയ്യും? സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. രണ്ടാമത്തെ കൊല്ലം കഴിഞ്ഞപ്പോ ഓക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. 850 എംപ്ലോയീസ് ആണ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. 850 എംപ്ലോയീസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. സാധാരണ രീതിയിൽ ഒന്നും പറയുന്നില്ലെങ്കിൽ 850 മേലെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കുക. നിങ്ങളോട് പറയുന്നത് 880 employees have actually completed 2-year vesting period. അതായത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് 850. നിങ്ങളോട് പറയുന്നത് 880 എംപ്ലോയീസ് എന്ത് ചെയ്യും? 880 എംപ്ലോയീസ് വെസ്റ്റിംഗ് പീരീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മളിവിടെ 850 എടുക്കണോ 880 എടുക്കണോ? അതാണ് എന്റെ ചോദ്യം. മക്കളെ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് 850 എംപ്ലോയീസ് എന്ത് ചെയ്യുന്നതാണ്? ഓപ്ഷൻസ് വെസ്റ്റ് ചെയ്യുന്നതാണ്. 850 എംപ്ലോയീസിന് വെസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ. ബട്ട് ആക്ച്വലി എന്താ സംഭവിച്ചത്? 880 എംപ്ലോയീസിന് വെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്? 880 എംപ്ലോയീസ് ആക്ച്വലി കംപ്ലീറ്റഡ് ദി വെസ്റ്റിംഗ് പീരീഡ് എന്നാ പറയുന്നത്. അന്നേരം 880 എംപ്ലോയീസാണ് എന്ത് സംഭവിക്കുന്നത്? ഓപ്ഷൻ വെസ്റ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ 880 എംപ്ലോയീസിന് നിങ്ങൾ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യണോ 850 ചെയ്യണോ? There is no doubt 880. സർ നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ഞാൻ കൺഫ്യൂഷൻ ആക്കിയത്. there is no doubt 880. എത്രയാണോ വെസ്റ്റ് ചെയ്യുന്നത് അവരെ മേലെ നമ്മൾ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. സർ എക്സ്പെക്ടേഷൻ ഉണ്ട് മക്കളെ. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറലവന്റ് ആണ് ആക്ച്വൽ ഉണ്ടെങ്കിൽ. ബട്ട് ഇഫ് ദ എക്സ്പെക്ടേഷൻ ഈസ് മോർ ആണെങ്കിൽ അത് എടുക്കണം, പ്രയോറിറ്റി കൊടുക്കണം. ഫസ്റ്റ് ഇയറിലും ലാസ്റ്റ് ഇയറിലും ആക്ച്വലി വരുന്നതിന്റെ ബേസ് ചെയ്തില്ല. മക്കളെ ഇത് ഓക്കെ ആണ് ഇപ്പൊ എല്ലാവരും?
മക്കളെ അതായത് ഈ ക്വസ്റ്റന്റെ സമ്മറി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ 930 ബേസ് ചെയ്തിട്ടാണ്. ചില ആൾ എന്ത് ചെയ്ത് 930 40 എംപ്ലോയീസ് ലീവ് ചെയ്തത് മൈനസ് ചെയ്തിട്ടുണ്ട്. മൈനസ് ചെയ്യണ്ട. 930 എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ 70 എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, 70 ഓപ്ഷൻസിന് 70 എംപ്ലോയീസിന്. ആ 70 40 വരും. ഓക്കെ, അങ്ങനെ ഇതാക്കിയാൽ മതി. പിന്നെ മറ്റേ രണ്ടാമത്തെ കേസിൽ 88 എംപ്ലോയീസ് ആണ്. കാരണം നിങ്ങൾക്കറിയാം ആക്ച്വൽ 88 എംപ്ലോയീസിനാണ് ഇത് വെസ്റ്റ് ചെയ്യുന്നത്. 88 എംപ്ലോയീസിന് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യണം. അവിടെ എക്സ്പെക്ടേഷന് വാലിഡിറ്റി ഇല്ല. അവിടെ എക്സ്പെക്ടേഷന് വാലിഡിറ്റി ഇല്ല. ഫോർ എക്സാമ്പിൾ എക്സ്പെക്ടേഷൻ നോക്ക്, സെക്കൻഡ് ഇയറിലെ എക്സ്പെക്ടേഷൻ 900 ആണെന്ന് വിചാരിക്കും. 900 ആണെന്ന് വിചാരിക്കും ഫോർ എക്സാമ്പിൾ. അങ്ങനെ നിങ്ങൾ എന്താ പറയുക, വിച്ചവറീസ് ഹയ്യറാ അല്ലെങ്കിൽ വിച്ചവറീസ് ലോവറാ, അങ്ങനെയൊന്നും അല്ല കേട്ടോ. അങ്ങനെ ചിന്തിച്ചതിനെ പോയി. എക്സ്പെക്ടേഷൻ 900 ഉണ്ടെങ്കിലും 880 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? വെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതായത് 880 ചെയ്താൽ മതി. മക്കളെ ഞാൻ എല്ലാ കോമ്പണൻസും പറഞ്ഞു, രണ്ട് രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. ആ രണ്ട് രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാക്കുക, എൻജോയ് ചെയ്യുക, പഠിക്കാം. ഫസ്റ്റ് ഇയറിൽ നമ്മൾ എടുക്കുമ്പം നമ്മൾ മാക്സിമം എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യാൻ നോക്കാം. രണ്ടാമത്തെ കൊല്ലം അതേപോലെ തന്നെ മാക്സിമം എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യാൻ നോക്കാം. ഇനിയിപ്പോ ലാസ്റ്റ് വെസ്റ്റിംഗ് പീരീഡിന്റെ ലാസ്റ്റ്, അതായത് ജനറലി സെക്കൻഡ് ഇയർ ഓർ തേർഡ് ഇയർ, ഈ ക്വസ്റ്റനിൽ സെക്കൻഡ് ഇയറിൽ ആക്ച്വൽ ബേസ്ഡ് തന്നിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ബേസ്ഡ് ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് ഇയറിൽ 930 ഇൻറ്റു 100 ഇൻറ്റു amount എന്ന് പറയുന്നത് 18 into 1/2, that is the expenditure to be recognized. Second year 880 into 100 into 18 into 2/2 minus already recognized. Okay, നിങ്ങൾക്ക് ആൻസർ. ഇതൊന്നും വലിയ വലിയ ഡീലൊന്നല്ല, ഒക്കെ സിമ്പിൾ ആണ്, മനസ്സിലാക്കി പഠിക്കാം. ഞാൻ പറയുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ 11:35 ആയി, 10 മിനിറ്റ് എൻ്റെ വക സംസാരം. കേൾക്കേണ്ടവർ കേൾക്കാം, അല്ലാത്തവർ പോകാം. ഓക്കെ, നോ പ്രോബ്ലം. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷന്റെ പ്ലാൻ പാഠം തീർക്കാം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തന്ന ഹോംവർക്ക്സ്, ഞാൻ ഇപ്പം ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻസും ഇന്ന് ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻസും അതൊക്കെ ചെയ്യാം. ഞാൻ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങളൊന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യും. ഹോംവർക്ക് വിട്ട് എന്തുകൊണ്ടോ ഹോംവർക്ക് വിട്ടെന്ന് പറഞ്ഞത് ഹോംവർക്ക് റിപ്പീറ്റേഷനാണ്. ഇനി ഈ ചാപ്റ്ററിന്റെ ബൈബാക്കിന് ഞാൻ പറയും ഏത് ക്വസ്റ്റ്യനാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. പിന്നെ ബൈബാക്കിൽ ഏതോ 2 ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് അതിന്റെ നോളജ് ഇപ്പൊ ആയി. ആ നോളജ് ആയി. അഥവാ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലി മെസ്സേജ് ഞാൻ പറഞ്ഞുതരും. കിട്ടാണെന്നൊന്നും നിൽക്കൂല, നിങ്ങൾക്ക് കിട്ടും. ഞാനൊരു പ്രോബ്ലം തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ഓക്കെ, ബൈബാക്കിൽ ഏതൊരു കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട് 2 ക്വസ്റ്റ്യൻ പെൻഡിങ് ആണ്. ആ 2 ക്വസ്റ്റ്യൻ കൂടി കംപ്ലീറ്റ് ചെയ്യാം. ബൈബാക്കിന്റെ ESOPന്റെയും എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ്, എക്സാമിന് എത്ര ക്വസ്റ്റ്യൻസ് നോക്കണം എന്നുള്ളത് ഞാൻ മെസ്സേജ് അയച്ചു തരും. അതിനകത്തായിട്ട് പഠിക്കാം. ഓക്കെ, ഇപ്പോ പറയാന്ന് വെച്ചാൽ എക്സാം ആണ്. ഇനി എക്സാം അടുത്ത് ഏകദേശം. ഇനി നമ്മളൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കാം. പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ തുടങ്ങണം. പിന്നെ ആഫ്റ്റർ ഓൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ മാസം വരെ നിങ്ങൾ ക്ലാസ് അത്രക്കും റിഗറസ് ആയിട്ടുണ്ട് ക്ലാസ്, അത് അറ്റൻഡ് ചെയ്യാം. അടുത്ത മാസം മുതൽ കറക്റ്റ് ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു പ്ലാൻ ഉണ്ടാക്കാം. ആ പ്ലാനിനനുസരിച്ച് മൂവ് ചെയ്യാൻ നോക്കാം മാക്സിമം. നല്ല പ്ലാൻ, നല്ല ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കരുത്. ടഫ് ആയിരിക്കണം ആ പ്ലാൻ. നമുക്ക് അച്ചീവ് ചെയ്യാൻ പാടില്ല സർ, അച്ചീവ് ചെയ്യാൻ പറ്റാത്ത പ്ലാനോ ഒരു നല്ല വെൽ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിന്റെ 80% അച്ചീവ് ചെയ്ത് അതന്നെ വലിയ എഫേർട്ടാണ്. 80%. ഓക്കെ മക്കളെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കാം. എപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക, നമ്മൾ പാസ്സാവുന്നുള്ളത്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് വേറെ ആരും മോട്ടിവേറ്റ് ചെയ്യില്ല. നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ വേറെ ആർക്കും ഒരു വിശ്വാസം ഉണ്ടാവില്ല. ആരെന്ത് പഠിച്ച് നെഗറ്റീവ് കമന്റ്സ് ഇഗ്നോർ ഇറ്റ്. അത് ഇത്ര ചാപ്റ്റർ പഠിച്ച്, ഇവർ ഇത്ര ചാപ്റ്റർ പഠിച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പൊതുവെ പറയുമ്പോൾ അതെല്ലാം ഇഗ്നോർ ചെയ്യും. നിങ്ങൾ എത്ര പഠിച്ചത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. എക്സാം ഈസി ആയിട്ട് എടുക്കണ്ട, ബട്ട് നമ്മൾ പഠിച്ച കാര്യത്തിൽ നമ്മൾ എൻജോയ് ചെയ്യാം. എപ്പോൾ സന്തോഷം ഉണ്ടാവും, മനസ്സിൽ എപ്പോൾ സന്തോഷം ഉണ്ടാവും. എന്ത്, ഞാൻ പഠിച്ചതാ വരും, ഞാൻ പഠിച്ചത് മാത്രമേ വരും. ഇനി നിങ്ങൾ പഠിച്ചത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ നിൽക്കണ്ട. വേണമെങ്കിൽ ഫ്രണ്ടിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ കുറെ ചാപ്റ്റേഴ്സിനെ പഠിക്കുന്നുണ്ട്. എന്നാൽ അവർക്കും ചിലപ്പോൾ ചെയ്യും, ഒരു ചൂട് വരും. എന്റെ ഫ്രണ്ട് പഠിക്കുന്നുണ്ട്, ഞാൻ ജയിക്കണം, ഞാനും പഠിച്ചേ പറ്റും. അതൊക്കെയാണ് പ്രശ്നം. അതൊരു മോട്ടിവേഷൻ. ഞാനല്ല അങ്ങനെ ചിലപ്പോൾ ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് മാത്രം ചോദിക്കും. കാരണം ഓ സത്യം പറയും, വിശ്വാസം ഇത്ര കാലം. ഓ എന്നോട് പഠിക്കുന്നു പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, പഠിക്കാൻ എന്നൊക്കെ ഒരു ആഗ്രഹം. അത് ഞാൻ എന്ത് ചെയ്യും, ഓ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പഠിക്കുന്നില്ലെങ്കിൽ ഞാൻ 2-3 പഠിക്കുന്നുണ്ട്. എന്നാൽ ഓയ്ക്കും മോട്ടിവേഷൻ. നമുക്ക് രണ്ടാക്കാൻ മോട്ടിവേഷൻ നമ്മളെ ക്യാരക്ടർ അറിയാം. മറ്റേ
തണ്ണീർമത്തൽ പറഞ്ഞ പോലെ വേവ് ലെങ്ത് അതാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ വാട്സപ്പില് സ്റ്റാറ്റസ് ഓക്കെ, ഇൻസ്റ്റയില് സെർച്ച് ബട്ടൺ അത് കഴിയുമെങ്കിൽ ഇൻസ്റ്റ ഡിലീറ്റ് ആയിരിക്കും. കാരണം ഇൻസ്റ്റയിൽ എന്തായാലും നിങ്ങൾക്ക് വലിയ അപ്ഡേറ്റ്സ് ഒന്നും വരില്ല. നമ്പർ 18 കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യും, കിടിലം പോലെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അത്ര മാത്രം മതി. വാട്സപ്പ് യൂസ് ചെയ്യും, കാരണം വാട്സപ്പിൽ അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ഡേറ്റ്സും അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള ഒരു റിലേഷൻസും അതൊക്കെ കീപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇൻസ്റ്റ വേണ്ട. ഇൻസ്റ്റ എന്ന് പറഞ്ഞാൽ പക്ക സോഷ്യൽ ഇതാണ്, അതായത് നമ്മുടെ പോസ്റ്റേഴ്സ് ഇടൽ, അങ്ങനെ ഷെയർ ലൈക്ക് അങ്ങനത്തെ പരിപാടി. പിന്നെ അതിന്റെ സെർച്ച് ബട്ടണിൽ കയറിക്കാൻ നമ്മൾ ഒരു ദിവസം വേസ്റ്റ് ആക്കാൻ വേറൊന്നും വേണ്ട. ഓക്കെ, അതുകൊണ്ട് അത് ഒഴിവാക്കാം. ഇൻസ്റ്റ ഡിലീറ്റ് ആയിക്കോ, അതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഫോർ ടൈം ബീങ് ഡിലീറ്റ് ആയിക്കോ. ഫോർ ടൈം ബീങ് ഞാൻ പൊതുവെ അതൊന്നും സജസ്റ്റ് ചെയ്യാത്തതാണ്, ബട്ട് സ്റ്റിൽ അത് നല്ലതാണ്. ഒന്ന് എക്സ്പീരിയൻസ് വെച്ചിട്ട് മാത്രം പറയുന്നത്, അത് വേണം ആക്സെപ്റ്റ് ചെയ്യാൻ, വേണ്ടേ വിട്ടേ ഒഴിവാക്കിയ ഞാൻ ആരും പറയാൻ, അല്ലെങ്കിൽ നിങ്ങളാരും കേൾക്കാൻ, അത്രയേ ഉള്ളൂ. പറഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ടാവും. കാരണം ഇൻസ്റ്റയിൽ എത്തുന്ന പ്രശ്നം വെച്ചാൽ നമ്മൾ കയറിക്കാൻ ഇപ്പൊ എന്താണ് റീലിനല്ല പറയുക, ഇപ്പൊ ടിക്ടോക്കിന്റെ മറ്റേ പരിപാടി അത് എടുത്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒന്ന് കണ്ട് അടുത്തത് നല്ലതായിരിക്കും, അതും കണ്ട് അടുത്തേയും കണ്ട് നമ്മുടെ ടൈം അത്രയും പോകും, നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അതെന്ത് ചെയ്യുക, ഇത് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ഇത് അതെന്താണെന്നും പരാൻ പോകണ്ട, പിന്നെ നമുക്ക് നമ്പർ 15 പരത്താം, അത് ഒഴിവാക്കാം. പിന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് നോക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഞാനെല്ലാം പക്ക സ്റ്റാറ്റസ് നോക്കുന്ന ആളാണ്, പക്ഷെ ഇപ്പൊ അടുത്തായിട്ട് ഞാൻ ബിസി ആവുമ്പോൾ ഞാൻ ഇതൊന്നും നോക്കില്ല. ഓക്കെ, അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മനസ്സിലാക്കാം, നമ്മൾ ഈ സ്റ്റാറ്റസ് നോക്കിയത് കൊണ്ട് വലിയ കാര്യമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ഈ റാൻഡം ബേസിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രം നോക്കും. ചിലപ്പോൾ ഞാനും ബോറടിച്ച് എല്ലാവരും നോക്കും. നമ്മൾ ഈ സ്റ്റാറ്റസ് നോക്കാനും ടൈം ഉണ്ട്. നിങ്ങളെ കോൺടാക്ട് സേവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളെല്ലാം സേവ് ചെയ്യുന്നത് നമ്മൾ കുറെ സ്റ്റുഡൻസിന്റെ നമ്പേഴ്സ് ഉണ്ടാവും. സ്റ്റുഡൻസ് എല്ലാവരും അപ്ഡേറ്റ് ഇടും. ഓക്കെ എന്നാൽ എന്ത് ചെയ്യും, നമ്മൾ അങ്ങനെ അത് നോക്കിയിട്ട് ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അതും നമ്മൾ നോക്കാം. കൺട്രോൾ വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് കഴിയില്ല, ഗ്രാജുവലി നമ്മൾ ഉണ്ടാക്കണം ഒരു ക്യാരക്ടർ. ഓക്കെ, ആഫ്റ്റർ ഓൾ നമ്മൾ അവരൊന്നും ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും മോട്ടിവേഷൻ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടിയിട്ട് കാര്യമുണ്ട്. ഓക്കെ, അല്ലാണ്ട് എന്താണ് മറ്റുള്ള ആള് ഹോട്ടലിൽ പോയി ഫുഡ് അടിച്ചതോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, അത് വിട്ട്. പിന്നെ IPL കാണുന്ന മക്കളെ അത് വിട്ടേ. ഈ പ്രാവശ്യത്തെ IPL നമുക്ക് വേണ്ടിയിട്ടല്ല, അടുത്ത പ്രാവശ്യത്തെ IPL നിങ്ങൾ ആർട്ടിക്കൽഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത വേണമെങ്കിൽ ഒരു കളി കാണാൻ വേണമെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, ഈ കളി കാണാൻ വരെ പോയി. ഈ പ്രാവശ്യം തൽക്കാലം ഞാൻ അത്രക്ക് കളിയോട് താല്പര്യമുള്ള ആളാണെങ്കിൽ 7:30 മണിക്കാണ് കളി തുടങ്ങുന്നത്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഫസ്റ്റ് 20 ഓവർ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, 9:30 അറൗണ്ടിൽ ഫസ്റ്റ് 20 ഓവർ 9:30 ആയിക്കാൻ പോയിട്ട് സ്കോർ നോക്കിയാൽ എത്ര 20 ഓവറിൽ എടുത്തത് മതി. ഇനി അതൊന്നും നോക്കണ്ടെന്നുണ്ടെങ്കിൽ നോക്കണ്ട. പിന്നെ അടുത്ത 20 ഓവർ കഴിഞ്ഞാൽ കളിന്റെ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് പറഞ്ഞാൽ മതി. മക്കളെ ഇവർ ആരും നമ്മളെ ഫീഡ് ചെയ്യൂല. ശരിയാണ്, എന്റർടൈൻമെന്റ് ആണ്, നമ്മൾ ആസ്വദിപ്പിക്കുന്നുണ്ട്, ശരി തന്നെയാണ്. ഞാനും കളി കാണുന്ന ആൾ തന്നെയാണ്. ഇപ്പൊ ഞാൻ പറയാലോ, ഞാൻ എന്റെ ലിമിറ്റേഷൻ കഴിഞ്ഞ, അതായത് എനിക്ക് ഇമ്പോർട്ടൻസ് കുറെ കാര്യങ്ങളുണ്ട്, അത് കഴിയാണ് ഞാൻ ഈ കളി ഒന്ന് ചെയ്യുന്നത്. ഓക്കെ, ഇന്നലെ 2 കളിയുണ്ട്. ഒന്ന് IPL ഉണ്ടെങ്കിൽ ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫാനാണ്. ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിയൊന്നും കാണില്ല. ഞാൻ ഇമ്പോർട്ടന്റ് കളി മാത്രം, അതായത് ലിവർപൂൾ, ചെൽസി, മാഞ്ചസ്റ്റർ സിറ്റി അവരെല്ലാം വെച്ചിട്ട് കാണും. ഇന്നല്ലെങ്കിൽ തോറ്റിനി കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്, 1.5 മണിക്കൂർ ആകുക. രാവിലെ എണീച്ച് IPL ആരെ കളി ജയിച്ചു നോക്കി, അത്രേ ഉള്ളൂ. ഞാൻ ഇന്നലെ എത്ര 9:30 തോന്നി. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരു പ്രയോറിറ്റി കൊടുക്കും. ഓക്കെ, കാരണം ഇതൊക്കെ ടൈം എടുത്ത് കളയും. നമ്മൾ കളി ഒന്ന് വെറുതെ ഒരു 10 മിനിറ്റ് കാണാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ അങ്ങനെ കാണാൻ ഇരുന്നിട്ടാണ് എത്ര അരമണിക്കൂർ അവരെ കണ്ടിരുന്നത്. കളി ഫസ്റ്റ് ടൈം കണ്ടി, നമ്മൾ വെറുതെ ടൈം കളയണം. അതുകൊണ്ട് നമ്മൾ എന്റർടൈൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്തോ, വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ടൈം ഇല്ലാണ്ടാക്കണ്ട. ഓക്കെ, ഞാൻ പറയുന്നത് ഇതെല്ലാം എന്ന് വെച്ചാൽ എനിക്കറിയാം നമുക്കുള്ള ഒരു പ്രശ്നങ്ങൾ, അതായത് കളി കാണാണ്ട് എന്താ സംഭവിക്കാം. ഒന്നുമില്ല മക്കളെ, ഈ ഒരു അറ്റംപ്റ്റ് കളി കാണുന്ന അടുത്ത അറ്റംപ്റ്റ് കിടിലം പോലെ കാണാം, ഒരു പ്രശ്നവും. ഓക്കെ, അടുത്ത അറ്റംപ്റ്റ് കിടിലം പോലെ കാണാം. പിന്നെ ആഫ്റ്റർ ഓൾ ഹൈലൈറ്റ്സ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, അത് പിന്നെ കണ്ടാൽ മതി. ഇതൊന്നും ഇവരാരും നമ്മളെ ഫീഡ് ചെയ്യൂല. ഏതായാലും ബിറ്റ് ഞാനെല്ലാം പണ്ട് ഈ ഓരോ ടീമിനും വേണ്ടി, ഓക്കെ, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ടീമിനും വേണ്ടി അടിയാക്കാൻ പോകുന്നതാണ്. നമ്മൾ ഫ്രണ്ട്സ് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വർത്താനം പറയാം, അടിയാ, ഇതെല്ലാം ചെയ്തോ. അതൊന്നും വേണ്ട. അതൊന്നും മെച്യൂരിറ്റി വരുമ്പോൾ ഇത് മനസ്സിലാക്കി ഇതെല്ലാം ചെയ്യുന്നത് മണ്ടത്തരം. ബട്ട് സ്റ്റിൽ നമ്മൾ കുറച്ച് പറയും, കാരണം അതൊരു ഫ്രണ്ട്സിന്റെ തമ്മിലുള്ള ഒരു ബന്ധത്തിന് വേണ്ടി. ഓക്കെ, എല്ലാം കുറക്കുന്നില്ല, എന്നാലും പറയും. ഇതെല്ലാം പറയുന്നത് എന്തിനാ വെച്ചാൽ വെറുതെ ടൈം കളയാൻ നിൽക്കണ്ട. ഇനിയിപ്പോ ISL വരുമോന്ന് അറിയില്ല കേട്ടോ, അതും കൂടി വന്നിനും കണക്കാണ്. സാധാരണ അങ്ങനെയാണ്, നവംബർ അറ്റംപ്റ്റിന് ISL, മെയ് അറ്റംപ്റ്റിന് IPL, ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ. ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്.
ഇത് രണ്ടും നമ്മൾ കാണലുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഫാക്കൽറ്റീസിന്റെ സ്റ്റാറ്റസ് ഉണ്ടാവും, ഷീറ്റ്സിന്റെ സ്റ്റാറ്റസ് ഇടും, ഞാൻ സ്റ്റാറ്റസ് ഇടും, അബൂബക്കർ സ്റ്റാറ്റസ് ഇടും. ഓക്കെ, അതേപോലെ എല്ലാ ഫാക്കൽറ്റീസുമാണ് ഈ സ്റ്റാറ്റസ് ഇടും. ഫാക്കൽറ്റീസിൽ ഇടുക. പിന്നെ ഈ സ്റ്റാറ്റസ് ഇടാൻ 1 സെക്കൻഡാ വേണ്ടു കേട്ടോ. 1 സെക്കൻഡ് 2 സെക്കൻഡോ വേണ്ടു. പക്ഷെ അവരിൽ കളി കാണണമെന്ന് നിർബന്ധമേ ഇല്ല കേട്ടോ. അവരൊന്നും കളി കാണണമെന്ന് നിർബന്ധമേ ഇല്ല. ഞാനൊന്നും കളി കാണുന്നേ ഇല്ല. ഓക്കെ, ഞാൻ സൺറൈസേഴ്സിന്റെ ഡേവിഡ് വാർണർ ബാറ്റ് ചെയ്യുമ്പോൾ പോയിട്ട് കളി കാണും. ഡേവിഡ് വാർണർ ഔട്ടായാൽ ഞാൻ ചെയ്യും. പിന്നെ കളി ഫൈനൽ സ്കോർ മാത്രം. എനിക്ക് അത്രേ വേണ്ടു. ഓക്കെ, അതുകൊണ്ട് ചൂസ് ചെയ്യാം. കളിയൊക്കെ കണ്ടിട്ട് എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ പഠിച്ച് പാസ്സായിട്ട് ഒരു ജീവിതത്തിൽ മെച്ചപ്പെടണം. 2 ഓപ്ഷൻസ് ഉണ്ട്. 2 ഓപ്ഷൻസ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പോലെയാണ്. വേണ സബ്സ്ക്രൈബ് ചെയ്യുക, വേണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെയാണ്. വേണ പഠിക്കുക, വേണ്ടെങ്കിൽ പഠിക്കണം. പഠിച്ചില്ലേ, ഈ അറ്റംപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ, പിന്നെ അടുത്ത അറ്റംപ്റ്റ് മുതൽ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് വേണമെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിനോട് വിളിച്ചു ചോദിച്ചാൽ മതി. തോറ്റവരും കഴിഞ്ഞ അറ്റംപ്റ്റ് നിങ്ങൾ തോറ്റു, പിന്നെ ഈ അറ്റംപ്റ്റിലേക്ക് നിങ്ങൾ അടുത്ത മെയ് അറ്റംപ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം ഫീലിങ്സ്, എന്നിട്ട് അവർ പറയും ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് അറ്റംപ്റ്റ്. എന്നിട്ട് ഓരോ ഉപദേശം ഇങ്ങനെ തരും. എന്നിട്ട് നിങ്ങൾ വിചാരിക്കും ഇവനാരും ഉപദേശിക്കാൻ, ഇതേപോലെ നിങ്ങൾ എന്നെയും വിചാരിക്കുന്നുണ്ടാവും ഇവനാരും ഉപദേശിക്കാൻ. ഓക്കെ മക്കളെ, പറഞ്ഞെല്ലാം നല്ലതിന് വേണ്ടി മാത്രം എപ്പം ബന്ധം കീപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങളെല്ലാം നാട്ടിൽ ഇപ്പൊ എപ്പെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മീറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഉഷാറായി പഠിക്ക്. താങ്ക് യു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വൃത്തിക്കെടുത്തു ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ ബൈ. താങ്ക് യു. ബൈ ബൈ. ഓക്കെ, വിട്ടോ മക്കളെ. വേഗം ഹോംവർക്ക് എല്ലാം ചെയ്ത് പഠിച്ചു.